ഇന്ന് എന്ത് വെറൈറ്റി കേക്ക് ഉണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഒക്ടോബർ 31 വേൾഡ് ഹാലോവിൻ ഡേ ആണ്. നമുക്കിടയിൽ ഹാലോവിൻ അത്ര പ്രചാരത്തിലാണെങ്കിൽ പോലും വേൾഡിലെ കണക്ക് പ്രകാരം ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ, അതായത് ഇപ്പം ആഹാര സാധനങ്ങളായാലും ശരി, ഡ്രസ്സായാലും ശരി, ഏറ്റവും കൂടുതൽ വിറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം കൂടിയാണ് ഹാലോവിൻ. അവിടെയാണ് നമ്മളുടെ ഇതുപോലത്തെ വെറൈറ്റി കേക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് നമ്മൾ ബ്രെയിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട്, അങ്ങനെ കട്ട് ചെയ്തെടുത്ത കേക്കിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം മെല്ലെ തേച്ച് കൊടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഒക്കെ നല്ല രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫോണ്ടന്റിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോരോ പീസായിട്ട് മേലെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഓരോ പീസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ചതിന് ശേഷം ഇതുപോലത്തെ നമ്മളുടെ സെയിം ഫോണ്ടന്റിന്റെ ടൂൾ ഉപയോഗിച്ചിട്ട് അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കറിയാലോ, ബ്രെയിൻ ആണെങ്കിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ സൈഡൊക്കെ കുറച്ചിങ്ങനെ സ്ക്വയർ പോലെയൊക്കെ ആയിരിക്കും. അപ്പം അത് നമുക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഫോണ്ടന്റിന്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെയിന്റിങ്ങിന് നമ്മൾ ഫുഡ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടൊമാറ്റോ റെഡും അതുപോലെ തന്നെ ഓറഞ്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലഡിന്റെ കളർ എന്ന് പറയാലോ, അത്യാവശ്യം നല്ല ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡാർക്കൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കളറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെയിന്റിങ് ചെയ്തെങ്കിലും കേക്കിന് ഒരു ഗ്ലേസിങ് പോരാ അല്ലേ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നോർമലി എന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൾഡ് ഗ്ലേസ് എന്ന് പറയും. അതാണെങ്കിൽ ഒരു ജെൽ ടൈപ്പ് ആയിരിക്കും. അത് നമ്മൾ എടുത്തിട്ട് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിന് മേലിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാനാണ് പൊതുവെ നമ്മൾ ചെയ്യാറ്. പൊതുവെ നമ്മൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറെങ്കിലും ഇതിപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ട് തന്നെ ന്യൂട്രൽ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് കേക്ക്? ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? കേക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. ബൈ.